Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alamin. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa na'udhu billahi min shururi anfusina wa min sayyiatina a'malina. Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan abduhu wa rasuluh. Bismillahirrahmanirrahim. വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്നിവിടെ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം തൗഹീദ് തത്വവും പ്രയോഗവും എന്നതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നബിയെ പറയുക, അവൻ അല്ലാഹു ഏകനാണ്. അല്ലാഹു എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു. അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. അവന് തുല്യനായി മറ്റാരുമില്ലതാനും. ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലയാണ് തൗഹീദ് അഥവാ ദൈവത്തിന്റെ ഏകത്വം. പരിശുദ്ധ ഖുർആനിൽ 200-ലധികം തവണ ഏകത്വത്തെ കുറിച്ച് പരാമർശമുണ്ട്. ബഹുദൈവത്വം എല്ലാ നിലയിലും നിരർത്ഥകമാണെന്നാണ് ഇസ്ലാമിന്റെ വാദം. വഹ്ദ് എന്ന അറബി പദത്തിൽ നിന്നാണ് തൗഹീദ് എന്ന ധാതുവിന്റെ ഉത്ഭവം. ഏകനാക്കൽ എന്നാണ് അതിന്റെ ഭാഷാർത്ഥം. ലോകത്തെ ഏത് കാലത്തുമുള്ള മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും മതവിശ്വാസികളാണ്. ബഹുഭൂരിഭാഗം മതങ്ങളും ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. എന്നാൽ ദൈവസങ്കല്പത്തിന്റെ കാര്യത്തിൽ മതവിശ്വാസികൾ ഭിന്നതലങ്ങളിൽ നിലകൊള്ളുന്നു. പ്രപഞ്ച സൃഷ്ടാവും നിയന്താവുമായ ദൈവം സർവശക്തനാണ്. ആ ശക്തി വിശേഷം ഭൗതിക വിശകലനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതല്ല. സർവ സൃഷ്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് സൃഷ്ടാവായ ദൈവം. ഇങ്ങനെയുള്ള ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ഏകദൈവത്തിന് പുറമെ ഉള്ളതെല്ലാം സൃഷ്ടികളാണ്. ആ സൃഷ്ടികൾക്ക് നമ്മൾ ആരാധന ചെയ്തുകൂടാ. ആ സൃഷ്ടികൾക്ക് നമ്മൾ പ്രാർത്ഥന ചെയ്തുകൂടാ. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും പ്രാർത്ഥനകൾ കേൾക്കാനും അവ നിവർത്തിച്ച് നൽകാനും കഴിവുള്ളവൻ ഏകനായ ദൈവം മാത്രമാണ്. ആ ദൈവമാണ് അല്ലാഹു. അല്ലാഹു ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ ഒരു പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെയോ മാത്രം ദൈവമല്ല. ഇങ്ങനെയുള്ള ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന സത്യമാണ് തൗഹീദ്. ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാന വശമായ ഏകദൈവ ആരാധനയെ കുറിക്കാൻ ഉപയോഗിക്കുന്ന സംജ്ഞയാണ് തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന പരിശുദ്ധ വാക്യം തൗഹീദിന്റെ ആശയത്തെ ഉൾക്കൊള്ളുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾക്കുള്ള ശക്തി ആരിൽ നിഷിദ്ധമാണോ അവനെ മാത്രം ആരാധിക്കുക എന്നതാണ് തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അല്ലാഹുവിൽ മാത്രം നിഷിദ്ധമാണ് എന്ന് ഖുർആൻ നമുക്ക് വ്യക്തമാക്കുന്നു. മനുഷ്യർ ആരാധിച്ചു പോന്നിരുന്ന അനേകം സൃഷ്ടികളും മൂർത്തികളും ഉണ്ടായിരുന്നു. അവയൊന്നും ആരാധനയ്ക്ക് അർഹമല്ല എന്നും സാക്ഷാൽ പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാഹുവോട് കൂടി മറ്റൊരു ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ ഖുർആൻ ഇപ്രകാരം നിരോധിക്കുന്നു. فلا تدعوا مع الله إلها فتكون من المعذبين. അതിനാൽ അല്ലാഹുവോട് കൂടി മറ്റൊരു ദൈവത്തെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്. അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷം നീ ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. തൗഹീദിന്റെ സാക്ഷിമൊഴികളായ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനും അടിമയാണെന്നും വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന യഥാർത്ഥ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.